ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ ഷെയർ ചെയ്യുന്നത് പുതിയൊരു വിഷ്വലൈസറാണ്, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് പ്രകാരം അഥവാ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വേർഷൻ വി പ്ലെയറിൽ അഥവാ വേർഷൻ 1.2.83 വരുന്ന ടെംപ്ലേറ്റുകളെല്ലാം .viz ഫോർമാറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ .viz ഫോർമാറ്റിലുള്ള ടെംപ്ലേറ്റൊക്കെ അത്യാവശ്യം MB സൈസൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരാൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് വേറെ ഒരാൾക്ക് അതേപടി അതിലുള്ള ഒരു ഇമേജ് മിസ്സാവാതെ ടെക്സ്റ്റ് മിസ്സാവാതെ അതേപടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് viz. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ .json ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ലിങ്കിന് ഞാൻ കൊടുക്കുന്നില്ല. ഓൺലി .viz മാത്രമേ ഇനി ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം എവിടെയൊക്കെയാണ് ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ട് ഇമേജും വരുന്നതെന്നുള്ളത്. അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ള ഈ ഇതിലുള്ള കാസറ്റ് ബാർ ഇതൊക്കെ ഫിക്സ്ഡ് ആണ്. അല്ല, കാസറ്റ് ഫിക്സ്ഡ് അല്ല. viz ആകുമ്പോൾ നമുക്ക് ഇത് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് കളർ മാത്രം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. മറ്റേത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ടെംപ്ലേറ്റ് മാത്രം വേണ്ടവർക്ക് ടെംപ്ലേറ്റ് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ വി പ്ലെയർ ഓപ്പൺ ചെയ്തിട്ട് വി പ്ലെയറിൽ ടെംപ്ലേറ്റ് എടുക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഡ് ഫ്രം ഫയൽ എന്ന് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജറാണ് ഓപ്പൺ ആവുക. അവിടെ ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ഫയൽ മാനേജർ എടുക്കുക. ഫയൽ മാനേജറിൽ ഡൗൺലോഡ് എന്ന ഫോൾഡർ ഉണ്ടാവും. ലോക്കലിൽ ഡൗൺലോഡ് എന്ന ഫോൾഡർ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വിഷ്വലൈസർ അവിടെ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെംപ്ലേറ്റ് നിങ്ങളുടെ വി പ്ലെയറിൽ ഓപ്പൺ ആവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തിന്? നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജും മറ്റ് ഇമേജസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഇമേജ് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. ഫസ്റ്റത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കസ്റ്റം ഇമേജ് എന്ന് കാണാം. അവിടെ പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ഇമേജ് ഫിക്സ് ആവണില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമേജ് ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ആ ഇമേജ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഇമേജ് യൂസ് ചെയ്യാം. ഈ ഒരു ഇമേജിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഇമേജ് ചെറുതാണ്. അപ്പോൾ നിങ്ങൾ ജനറൽ എന്ന് കാണാം. അവിടെ സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് കൂടും. ഓക്കെ, വിഡ്ത്ത് കൂടും. വിഡ്ത്ത് കൂടിയതിന് ശേഷം രണ്ടാമത്തെ ഇമേജും സെയിം ഇമേജ് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് കസ്റ്റം ഇമേജ് എടുക്കുക, പിക്ക് ഇമേജ് എടുക്കുക. അതേ ഇമേജ് തന്നെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ഇമേജിൻ്റെ സ്കെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. സ്കെയിൽ പറഞ്ഞാൽ 1400 1350 ആണ്. അതേ അളവ് ഇതിനും കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ബാർ അഥവാ ആ ഒരു ഇമേജ് കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജനറൽ ക്ലിക്ക് ചെയ്യുക. പൊസിഷൻ വെച്ചിട്ട് നമ്മുടെ ബാറിന് സമാന്തരമായിട്ട് ബാറിൻ്റെ നേരെ ബാക്കിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അഥവാ കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ താഴെ പൊസിഷൻ്റെ നേരെ താഴെയാണ് അലൈൻമെൻറ്റ് പൊസിഷൻ എന്ന്. അത് കാരണം നമുക്ക് പൊസിഷൻ്റെക്കായും കുറച്ചും കൂടി കൺട്രോൾ കിട്ടുന്നൊരു സെയിം മെത്തേഡാണ്. ഇപ്പോൾ ഇതിൽ 275 250 ആകുമ്പോഴാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 262 ഒന്ന് കൊടുത്തു നോക്കാം. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് കിട്ടും. കറക്റ്റ് ബാറിൻ്റെ ബാക്കിലോട്ട് വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൻസിലേക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റത്തെ 2 ഇമേജ് കഴിഞ്ഞു. മൂന്നാമത്തെ ഇമേജ് പറഞ്ഞാൽ നമ്മുടെ സർക്കിളോളാണ്. അപ്പോൾ viz കേസിൽ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റത്തെ മൂന്നാമത്തെയും നാലാമത്തെയും എന്ന് പറഞ്ഞാൽ ആ കറങ്ങുന്ന സർക്കിളാണ്. അത് ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ആ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് എടുക്കുക, കസ്റ്റം ഇമേജ് എടുക്കുക, പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ ആ ഒരു ഇമേജ് ഉണ്ടാവും. അഥവാ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരിക. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അതും ഒന്നാമത്തെ രണ്ടാമത്തെ സെയിം ആണ്. അതിനുശേഷം ഫസ്റ്റത്തെ ബ്ലർ റെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ലോഗോ അതിൻ്റെയൊക്കെ സംഭവത്തിൻ്റെ ഒരു എഫക്റ്റാണ് ഇവിടെ മാറ്റാൻ പോകുന്നത്. ഞാൻ ഈ ഒരു എഫക്റ്റ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അവിടെ മാറ്റുമ്പോൾ നമ്മൾ താഴെ നേരെ ബ്ലറിലും അതിൽ മഞ്ഞ കൈകാരം ഓറഞ്ച് കൈകാരം. അപ്പോൾ അത് മാറ്റിയിട്ട് കറക്റ്റ് വയലറ്റ് പിങ്ക് അല്ലെങ്കിൽ ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെയാണ്. പാർട്ടിക്കിൾസും സെയിം യൂണീക്കായിട്ടുള്ള സെയിം തന്നെ കൊടുക്കാൻ പോവാണ്. പാർട്ടിക്കിൾസ് നമുക്ക് വൈറ്റ് ആക്കുമ്പോൾ പിന്നെ ഇവിടെ വലിയ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓരോ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനനുസരിച്ചും പാർട്ടിക്കിൾസിൻ്റെ കളർ നിങ്ങൾ മാറ്റം വരുത്തണം. അപ്പോഴേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. സെയിം കളർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ രസം ഉണ്ടാവില്ല. ഓക്കെ, വീണ്ടും പെൻസിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം വരുന്ന ഫസ്റ്റത്തെ ഇമേജ് ആണ് നമ്മുടെ കാസറ്റാണ്. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം രണ്ടാമതൊരു ഇമേജ് വരുന്നുണ്ട്.
അത് വേണ്ട. അപ്പോൾ ഞാൻ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിലുണ്ടാവില്ല, അത് റിമൂവ് ചെയ്തതാണ്. അതിനുശേഷം ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്. ആ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതിനുശേഷം ബാറിൻ്റെ കളർ ഇപ്പോൾ ഓറഞ്ചാണ്. അതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഓക്കെ, ബാറിൻ്റെ കളറും മാറ്റി. അതിനുശേഷം ഒരു ടെക്സ്റ്റ് വരുന്നുണ്ട്, അഥവാ നമ്മുടെ ടൈമറാണ്. അതിനുശേഷം ഒരു ഇമേജ് വരുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടുള്ള ട്രെൻഡ് ക്രിയേഷൻ എഴുതിയിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ആ ഇമേജ് സെലക്ട് ചെയ്യുക, ഇവിടെ ഇമേജ് എടുക്കുക, ഇവിടെ കസ്റ്റം ഇമേജിൽ പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്യുക. പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഞാൻ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള PNG ഫോർമാറ്റിലുള്ള ഒരു ഇമേജാണ്. ഓക്കെ, അതിനുശേഷം ഒരു ഇമേജ് വരുന്നുണ്ട്. ആ ഇമേജ് പറഞ്ഞാൽ നമ്മളിവിടെ മുകളിൽ എഴുതിയിട്ടുള്ള ട്രെൻഡ് ക്രിയേഷൻസ്, അഥവാ ജസ്റ്റ് ആ ഇമേജ് സെലക്ട് ചെയ്യുക, കസ്റ്റം ഇമേജ് എടുക്കുക, പിക്ക് ഇമേജ് എടുക്കുക. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റാണ് മുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം 4 ഇമേജസ് വരുന്നുണ്ട്. ഈ 4 ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡറാണ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് ക്രോപ്പ് ചെയ്തെടുക്കാമെന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാർട്ടിക്കിൾ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അതിനുശേഷം വരുന്ന ഫസ്റ്റ് ഇമേജ് പറഞ്ഞാൽ നമ്മുടെ ലോഗോയാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേ മെത്തേഡ് തന്നെയാണ്. അതിനുശേഷം രണ്ടാമത് വരുന്നത് യൂട്യൂബ് ട്രെൻഡ് ക്രിയേഷൻ എന്ന് എഴുതിയത്. അതിനുശേഷം മൂന്നാമത് വരുന്നത് ഏറ്റവും താഴെ വരുന്നത്. അതിനുശേഷം ലാസ്റ്റത്തെ പറഞ്ഞാൽ ഈ സൂസൈഡ് സ്ക്വാഡ് എന്ന് എഴുതിയാണ്. അതൊക്കെ ഞാൻ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള PNG ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം, സിമ്പിളാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിലോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രീസെറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊരു 10 സെക്കൻഡ് സെലക്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ എക്സ്പോർട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ വീഡിയോ ഒന്ന് കാണാം, അതിൽ സെലക്ട് ചെയ്യാം. അവിടെ ന്യൂ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ കാര്യം മിസ് ചെയ്തു, അഥവാ ഈ കാസറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. അത് ജസ്റ്റ് കാസറ്റ് സെലക്ട് ചെയ്തിട്ട് കളർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് ഞാൻ മാറ്റാൻ മറന്നു പോയതാണ്, അതുപോട്ടെ. അതിനുശേഷം ഇവിടെ ക്യാൻവാസ് എന്ന് കാണാം, അതിൽ റേഷ്യോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഫുൾ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടെംപ്ലേറ്റ് സേവ് ചെയ്യാം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ടെംപ്ലേറ്റ് ഒന്നിൽ ഈ സേവ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു കുറച്ച് ഭാഗം കളഞ്ഞാൽ മതി, ഫുള്ളായിട്ട് കളയണ്ട. ഒന്നില്ലെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്വാളിറ്റി എല്ലാം ലോസായി പോകുന്നത് കാണാനുണ്ട്. അപ്പോൾ ക്രോപ്പ് ചെയ്യാതെ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാൻവാസ് എടുക്കുക, ഫുൾ ഫ്രെയിം എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആദ്യം എക്സ്പോർട്ട് ചെയ്യാം. വീണ്ടും ആ വീഡിയോ സെലക്ട് ചെയ്യുക, പുതിയ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യാം. നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എഫക്റ്റിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കൈൻമാസ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ ഇതന്നെ എടുക്കുക, അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ക്വാളിറ്റി എന്തുകൊണ്ടാണ് ലോസ് ആവുമെന്ന് എനിക്കറിയില്ല. നമുക്കത് ക്രോപ്പ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.